ഹായ് കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരൻ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിലെ പ്രവർത്തനങ്ങൾ, ഓരോന്നും എങ്ങനെ ചെയ്യാം. നമുക്കറിയാം, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതിനെല്ലാം നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലും 7ലും അതേപോലെ USSനും ഒക്കെ നിങ്ങൾക്ക് വേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് കൂടെ പറഞ്ഞുതരും. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഈ രീതികളിലൊക്കെ ചിന്തിക്കാൻ വളരെ പ്രയോജനപ്രദമാവുകയും ചെയ്യും. അധ്യാപക സുഹൃത്തുക്കൾക്കും വളരെ പ്രയോജനം ചെയ്യും. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളുടെ കൈകളിലേക്ക് ഈ വീഡിയോ കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് വളരെയേറെ പ്രയോജനപ്പെടും. അപ്പൊ സമയമൊന്നും കളയണ്ട, നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഓരോന്നും ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഇംഗ്ലീഷും മലയാളവും ഞാൻ ചോദ്യം വായിക്കുന്നില്ല, കാരണം കൊണ്ട് വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ മലയാളത്തിലുള്ള ചോദ്യം വായിച്ചിട്ട് കൃത്യമായി പറഞ്ഞുതരാം. ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾ 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. വീഡിയോ കാണുന്നതിന് മുമ്പ് ചോദ്യം 1-2 പ്രാവശ്യം വായിക്കുക. ആയത് ചതുരത്തിനകത്ത് 2 സെന്റിമീറ്റർ വീതം ആഴമുള്ള 2 വൃത്തങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വരച്ചിരിക്കുന്നു. എന്റെ വൃത്തം ഒന്നും കറക്റ്റ് അല്ല കേട്ടോ, കോമ്പസ് ഒന്നും വെച്ച് ഇതിന് വരച്ച സമയം കളയാൻ പറ്റില്ല. അപ്പൊ 2 സെന്റിമീറ്റർ ആഴമുള്ള 2 വൃത്തങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പറയാണ് ചതുരത്തിന്റെ ഉയരം എത്ര. നോക്കാം, ചതുരത്തിന്റെ ഉയരം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ആരം എത്ര സെന്റിമീറ്റർ ആണ്? എത്ര സെന്റിമീറ്റർ ആണ് ആരം? 2 സെന്റിമീറ്റർ. അതായത് റേഡിയസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ 2 സെന്റിമീറ്റർ, അതാണ് ആരം, റേഡിയസ്. വീണ്ടും ഇവിടുന്ന് ഇവിടം വരെയും എന്ത് തന്നെയാണ് വരിക? 2 സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ എത്ര സെന്റിമീറ്റർ ആണ് വരിക? 4 സെന്റിമീറ്റർ ആണ് എന്ത് വരുന്നത്? അതിന്റെ ഉയരം, ഹൈറ്റ് വരുന്നത്. 2 ആരം കൂടിച്ചേർന്ന്, അതായത് വ്യാസം, ഡയമീറ്റർ എന്ന് പറയും. അപ്പൊ ഇതിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് എന്ത്? അതിന്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ബി, ചതുരത്തിന്റെ നീളം എത്ര. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, വളരെയേറെ ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാവും. അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ട് വായിച്ചു കളഞ്ഞു. ഈ ചതുരത്തിന്റെ നീളം എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് ഇവിടം വരെ 2 വരും, അപ്പൊ ആകെ എത്രയാണ്? 4. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും എത്ര തന്നെ വരും? 4. അതാണ് അതിന്റെ നീളം. അപ്പൊ 4 എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ് എന്ത് വരുന്നത്? അതിന്റെ നീളം വരുന്നത്. അതായത് ഇവിടെയുള്ള ആരത്തിന്റെ 4 മടങ്ങ്, 4 ടൈംസ്. അതായത് ഇവിടെയുള്ള ആരം അതിന്റെ 2 മടങ്ങാണ് അത് ഇവിടം വരെ വരുന്നത്. വീണ്ടും അതിന്റെ 2 മടങ്ങ്. അപ്പൊ ടോട്ടൽ എത്രയായി? 8 സെന്റിമീറ്റർ ആയി. ആരത്തിന്റെ 4 മടങ്ങ്. ഓക്കെ ആയല്ലോ. ഇനി അടുത്തത് സി, ചിത്രത്തിലെ ചതുരത്തെ കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആയതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആദ്യത്തെ നോക്കാം. 1, വൃത്തത്തിന്റെ ആരവും ചതുരത്തിന്റെ നീളവും തുല്യമാണ്. വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് ഇത്രയാണ്, ഇതും ചതുരത്തിന്റെ നീളവും തുല്യമാണ്. ആണോ? അല്ല, അത് തെറ്റാണ്, തെറ്റില്ല. അടുത്തത് രണ്ടാമത്തത്, ചതുരത്തിന്റെ നീളം ഉയരത്തിന്റെ ഇരട്ടിയാണ്. ഉയരം എത്രയാ വരിക? ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ പറഞ്ഞു 4. അപ്പൊ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് ഉയരത്തിന്റെ ഇരട്ടിയാണ്. അല്ലെ? കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ 2 ശരി വന്നിട്ടുണ്ട് കേട്ടോ, 2 ശരിയാണ്. ഇനി അടുത്ത പറയുന്നത് പിന്നെ ചതുരത്തിന്റെ ഉയരം ആരത്തിന് തുല്യമാണ്. ഉയരം 4 സെന്റിമീറ്റർ ആണ്, ആരം 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് തെറ്റാണ്, തെറ്റിട്ടുള്ള. ആരത്തിന്റെ 4 മടങ്ങാണ് ചതുരത്തിന്റെ നീളം. നോക്ക്, ആരത്തിന്റെ 4 മടങ്ങാണ് ചതുരത്തിന്റെ നീളം. നമ്മൾ നേരത്തെ പറഞ്ഞു 4 മടങ്ങാണെന്ന്. കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ 2ഉം ശരിയാണ്, പിന്നെ ഏതും ശരിയാണ്? 4ഉം ശരിയാണ്. ഇനി താഴെ നമ്മൾ നോക്കാം, ഓപ്ഷൻ നോക്കാം. 2, 3 ശരിയാണ്, അത് തെറ്റാണ് അല്ലെ? അടുത്തത് ബി നോക്കൂ, 1, 4 ശരിയാണ്, അതും തെറ്റ്. അടുത്തത് 3, 4 ശരിയാണ്, അതും തെറ്റ്. അടുത്ത ഡി പറയാണ് 2ഉം 4ഉം ശരിയാണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഡി എന്ന ഓപ്ഷനാണ് ശരി വരുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ അത് ആൻസർ കണ്ടെത്തി ഇവിടെ മനസ്സിൽ എഴുതിയിടണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ എഴുതിയിടാം. എന്നിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി, എളുപ്പമായി. അപ്പൊ ഇനി തന്നെ ഇനി അടുത്ത ഒരു ചോദ്യം കൂടി ഉണ്ട്. ഡി,
മട്ടത്തിന്റെ മൂലകൾ ഉപയോഗിച്ച് തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരയ്ക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 6 സെന്റിമീറ്റർ നീളം സ്കെയിലിൽ അളന്ന് എടുക്കുക. ഇത്രയും അളന്ന് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി. ഇനി പറയുന്നത് മട്ടത്തിന്റെ മൂല ഉപയോഗിച്ച് തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരയ്ക്കണം. എങ്ങനെ മട്ടത്തിന്റെ മൂല ഉപയോഗിച്ച് വരയ്ക്കാം? 2 മട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. നമുക്കറിയാം ഇത് ഓരോന്നും വെച്ച് എത്ര ഭാഗിക്കാമെന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ചതാണ്. അപ്പൊ ഏതായാലും ഞാൻ ഈ മട്ടാണ് എടുക്കുന്നത്. ഈ മട്ടത്തിന്റെ ഈ മൂലയാണ് എടുക്കുന്നത്. അപ്പൊ ഈ മൂല ഇവിടെ ഇങ്ങനെ വെക്കുക. ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇടാം. ഇത് ഇവിടെ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? പിന്നെ അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യണം? ഇവിടെ വീണ്ടും വെക്കണം. ഇത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഇത് ഇങ്ങോട്ട് നീട്ടി യോജിപ്പിക്കുക. ഇപ്പൊ നോക്കാം, നമുക്ക് ഇവിടെയും ഈ മൂലയും ഒരേപോലെ ഉണ്ടാവും. ഈ 3 വശങ്ങൾ നിങ്ങൾ അളന്ന് നോക്കിയാൽ തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഇത് നല്ല എളുപ്പം, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം ഒന്ന് നോക്കിയാലോ. ചോദ്യം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ മറക്കണ്ട. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ അവിടെ പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കോളത്തില് സംസ്ഥാനങ്ങൾ, അടുത്തതില് ജനസംഖ്യയാണ്. അപ്പൊ ഉത്തർപ്രദേശ് നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടിയാണ്. അപ്പൊ ഇത് 19 കോടി, ബാക്കി കുറച്ചും കൂടി ഉണ്ട്. 19,95,81,477. നമ്മൾ എത്ര ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇവിടെ വരുന്നത് നോക്കൂ, ഇവിടെ 6 ലക്ഷത്തിൽ നിന്നാണ് വായിച്ചു തുടങ്ങുന്നത്. ഇനി ഇവിടെ വരുമ്പോ നോക്കൂ, ഇതേപോലെ 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടിയാണ്. അപ്പൊ 3 കോടി ചേർത്ത് നമുക്ക് വായിക്കാം. ഇത് 68 ലക്ഷത്തിൽ ചേർത്ത് നമുക്ക് വായിക്കാം. 68 ലാക്ക്. അടുത്തത് ഇവിടെ നോക്കുമ്പോ 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി. 1 കോടി ചേർത്ത് നമുക്ക് വായിച്ചു തുടങ്ങാം അല്ലെ? ഇവിടെയോ 14 ലക്ഷത്തി എന്നാണ് വായിച്ചു തുടങ്ങുന്നത്. ഇത് എന്തിനാണ് എഴുതുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താനാണ്. നമുക്കൊരു ധാരണയ്ക്ക് നമുക്കിത് എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ട്. ഇനി ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. തന്നിരിക്കുന്നവയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? അപ്പൊ ഇവിടെ നോക്കാം, ഏറ്റവും കൂടുതൽ കോടിയാണ് വരുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് 1 കോടിയാണ്, ഇവിടെ 3 കോടിയാണ്, ഇത് 19 കോടിയാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ഉത്തർപ്രദേശാണ് വരുന്നത്. 2ൽ 7 ആൻസർ നമുക്ക് കിട്ടി, ഉത്തർപ്രദേശാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അതിന് ബി ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തർപ്രദേശിൽ നിന്ന് നിങ്ങൾ എഴുതിക്കോളാട്ടോ. ഉത്തർപ്രദേശ് ഇംഗ്ലീഷ് മീഡിയം ഉള്ളവര് അതിൽ എഴുതാം. അതിന് ബി പറഞ്ഞിരിക്കുന്നത് 7 മില്യനോട് ഏറ്റവും അടുത്ത ജനസംഖ്യയുള്ള സംസ്ഥാനം. 7 മില്യനോട് ഏറ്റവും അടുത്തത്. അവിടെ ഒരു പ്രശ്നം, 7 മില്യൺ എന്താണെന്ന് അറിയണം. 10 ലക്ഷത്തിൽ 10 ലക്ഷമാണ് 1 മില്യൺ എന്ന് പറയുന്നത്. 7 മില്യൺ എന്ന് പറയുന്നത് 70 ലക്ഷം ഉണ്ടാവണം അല്ലെ? അതിനോട് ഏറ്റവും അടുത്തതാണ്. അപ്പൊ 70 ലക്ഷത്തിൽ വരുന്നതിനോട് ഏറ്റവും അടുത്തത്. അപ്പൊ നമുക്ക് 10 ലക്ഷം ഉള്ളത് ആദ്യം നോക്കിയാൽ മതി. ഇവിടെ 14 ലക്ഷം. അപ്പൊ ഇവിടെ ഒരു 10 ലക്ഷം കിടക്കുന്നുണ്ട്. ഇത് 68 ലക്ഷം ഉണ്ട്. പിന്നെ ഇവിടെ 6 ലക്ഷം ഉള്ളൂ, 10 ലക്ഷം ഇല്ല. അപ്പൊ ഇത് രണ്ടും നോക്കാനുള്ളൂ അല്ലെ? അപ്പൊ അതിന് 70 ലക്ഷത്തിനോട്, അതായത് 7 മില്യനോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനം ഏതാണ് വരുന്നത്? ഹിമാചൽ പ്രദേശ് ആണ് വരുന്നത്. ഏതാണ് വരുന്നത്? ഹിമാചൽ പ്രദേശ്. അതിനാണ് ഞാൻ ഇങ്ങനെ 68 ലക്ഷത്തിൽ നിന്നൊക്കെ എഴുതിയത്. അപ്പൊ മില്യൺ എത്രയാണോ നമുക്ക് അറിഞ്ഞിരുന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ. ഇനി അടുത്തത് സി, 1 മില്യണിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 10 ലക്ഷത്തിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? അപ്പൊ 10 ലക്ഷത്തിൽ കുറഞ്ഞത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് 19, ഇതൊന്നുമില്ല, കോടിയൊക്കെ ഇവിടെ 68, 1 കോടിയൊക്കെ വിട്ടു. ഏതാണ് വരുന്നത്? സിക്കിമാണ്.
നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 മില്യണിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം, അതായത് 10 ലക്ഷത്തിൽ കുറഞ്ഞത്. ഇവിടെ 6 ലക്ഷമാണ് വരുന്നത്. അപ്പൊ സി വരുന്നത് സിക്കിം ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അടുത്തത് വന്നത്, 2 സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ ചേർന്നാൽ 20 ലക്ഷത്തിനും 21 ലക്ഷത്തിനും ഇടയിലാണ് സംസ്ഥാനങ്ങൾ ഏതൊക്കെ? 2 എണ്ണം ചേരണം, 20നും 21നും ഇടയ്ക്കാണ്. അപ്പൊ ഇവിടെ നോക്കാം, കോടികൾ അങ്ങനെ തട്ടിക്കളയാം, മാറ്റിക്കളയാം. പിന്നെ 6 ലക്ഷത്തി ഉണ്ട്, ഇവിടെ 68 ലക്ഷത്തി ഉണ്ട്, 14 ലക്ഷത്തി ഉണ്ട്. ഈ 68 ലക്ഷം എന്ന് പറയുന്നത് 21നേക്കാൾ കൂടുതലാണ്. മനസ്സിലായി? പിന്നെ ആകെ ഉള്ളത് 6 ലക്ഷത്തി 14 ലക്ഷത്തി. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 14 6 കൂട്ടിയാൽ 20 ലക്ഷമാണ്. അപ്പൊ പിന്നെ മറ്റുള്ളത് കൂട്ടുമ്പോ 21 ലക്ഷത്തിന് ഉള്ളിലും വരും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെയാണ് വരുന്നത്? സിക്കിമും ഗോവയുമാണ് വരുന്നത്. അപ്പൊ ഡി വരുന്നത് സിക്കിം, ഗോവ. ഈ 2 സംസ്ഥാനങ്ങള് ജനസംഖ്യ കൂട്ടിയാൽ 20 ലക്ഷത്തിനും 21 ലക്ഷത്തിനും ഇടയിലാണ് വരുന്നത്. അടുത്തത് ഈ ആണ്. പട്ടികയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള 3 സംസ്ഥാനങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചിടണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ് വരിക? സിക്കിമാണ് വരിക. അപ്പൊ സിക്കിം. ഇനി ഇവിടെ പറയുന്നത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ സിക്കിം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ 6 ലക്ഷത്തി കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഏതാണ്? 14 ലക്ഷത്തിയാണ് വരുന്നത്. അപ്പൊ ഗോവയാണ് വരിക. ഗോവ. പിന്നെ അതിനേക്കാളും വലുത് ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഇത് ഏതാണെന്ന് നോക്കിയാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, സിക്കിം കഴിഞ്ഞിട്ട് ഹിമാചൽ പ്രദേശ്, ഗോവ എന്നാ. അപ്പൊ അതല്ല, അത് തെറ്റ്. അടുത്തത് ബി നോക്കാം, സിക്കിം, ഗോവ, ഹിമാചൽ പ്രദേശ്. കറക്റ്റ് ആണ്, നമുക്ക് ആൻസർ ആയി. ഇനി മറ്റേതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അടുത്തത് ഹിമാചൽ പ്രദേശ് ആണ് ആദ്യം, അത് തെറ്റ്. സിക്കിം അടുത്തത്, ഗോവ, പിന്നെ ഉത്തരാഖണ്ഡ, അതുമല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ബി എന്ന ഓപ്ഷൻ ആണ് വരുന്നത്. ഇതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളിത് എങ്ങനെ വായിച്ചു തുടങ്ങും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്കെല്ലാം വേഗം ഉത്തരം കിട്ടും. സമയവും കളയണ്ട, പെട്ടെന്ന് ആൻസർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ. ഞാൻ ഇത് ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേ ലെഫ്റ്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ എടുത്ത് പരിശോധിച്ചത് 1ഉം 2ഉം പ്രവർത്തനങ്ങളാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ഓക്കെ, ലവ് യു ഓൾ, ബൈ.